പുതിയ നിയമത്തിലെ ഒരു അധ്യായമാണ് തീത്തു. അവിടെ ക്രിസ്തീയ സമൂഹത്തിനുള്ളിൽ ശരിയായ ഉപദേശം പഠിപ്പിക്കുന്നതിനും ദൈവിക ജീവിതം പ്രോത്സാഹിപ്പിക്കുന്നതിനും അപ്പോസ്തലനായ പൗലോസ് തീത്തോസിനെ ഉപദേശിക്കുന്നു. വ്യത്യസ്ത ഗ്രൂപ്പുകളെ നയിക്കേണ്ടതിന്റെ പ്രാധാന്യം പൗലോസ് ഊന്നിപ്പറയുന്നു. പ്രായമായ പുരുഷന്മാർ അന്തസ്സുള്ളവരും ആത്മനിയന്ത്രണമുള്ളവരും വിശ്വാസത്തിൽ ശക്തരും ആയിരിക്കണം. അതേസമയം പ്രായമായ സ്ത്രീകൾ ഭക്തിപൂർവം ജീവിക്കുകയും ഇളയ സ്ത്രീകളെ അവരുടെ കുടുംബങ്ങളെ സ്നേഹിക്കാനും നിർമ്മലയായിരിക്കാനും ജ്ഞാനപൂർവം അവരുടെ കുടുംബങ്ങളെ കാര്യം ചെയ്യാനും പഠിപ്പിക്കുകയും വേണം. യുവാക്കൾ ആത്മനിയന്ത്രണമുള്ളവരായിരിക്കാനും നല്ല പ്രവൃത്തികൾ, സത്യസന്ധത, നല്ല സംസാരം എന്നിവയിലൂടെ മാതൃക കാണിക്കാനും പ്രോത്സാഹിപ്പിക്കുന്നു. ദാസന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവരുടെ പ്രവൃത്തികൾ ദൈവത്തിന്റെ പഠിപ്പിക്കലുകൾ പ്രതിഫലിപ്പിക്കുന്നതിന് അനുസരണമുള്ളവരും സത്യസന്ധരും വിശ്വസനീയരുമായിരിക്കാൻ പൗലോസ് അവരെ ഉപദേശിക്കുന്നു. ദൈവകൃപ എല്ലാ ആളുകൾക്കും രക്ഷ നൽകുന്നുവെന്നും യേശുക്രിസ്തുവിന്റെ മഹത്തായ തിരിച്ചുവരവിനായി കാത്തിരിക്കുമ്പോൾ അഭക്തിയെ ഉപേക്ഷിച്ച് നീതിപൂർവം ജീവിക്കാൻ അവരെ പഠിപ്പിക്കുന്നുവെന്നും അദ്ദേഹം അടിവരയിടുന്നു. ആളുകളെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാനും സൽപ്രവൃത്തികളിൽ തീക്ഷ്ണതയുള്ളവരായി അവരെ ശുദ്ധീകരിക്കാനും ക്രിസ്തു തന്നെ സമർപ്പിച്ചു. ആരും തന്റെ സന്ദേശം അവഗണിക്കുന്നില്ലെന്ന് ഉറപ്പാക്കിക്കൊണ്ട് അധികാരത്തോടെ ഈ തത്വങ്ങൾ പഠിപ്പിക്കാൻ പൗലോസ് തീത്തോസിനെ പ്രോത്സാഹിപ്പിക്കുന്നു. സുവിശേഷത്തെ ആകർഷകമാക്കുന്നതിൽ ക്രിസ്തീയ പെരുമാറ്റത്തിനുള്ള പങ്ക് ഈ അധ്യായം എടുത്തുകാണിക്കുകയും ഒരു വിശ്വാസിയുടെ ജീവിതം ദൈവത്തിന്റെ രൂപാന്തരീകരണ കൃപയെ പ്രതിഫലിപ്പിക്കണമെന്ന് ഊന്നിപ്പറയുകയും ചെയ്യുന്നു. സഭയ്ക്കുള്ളിൽ ക്രമവും സമഗ്രതയും നിലനിർത്തുന്നതിനുള്ള ഒരു വഴികാട്ടിയായി ഇത് പ്രവർത്തിക്കുന്നു. രക്ഷ സൽപ്രവൃത്തികൾക്കായി സമർപ്പിച്ചിരിക്കുന്ന ഒരു മാറ്റപ്പെട്ട ജീവിതത്തിലേക്ക് നയിക്കുന്നു എന്ന ആശയത്തെ ശക്തിപ്പെടുത്തുന്നു. വിശ്വാസത്തിലൂടെയും അനുസരണത്തിലൂടെയും ദൈവത്തെ ബഹുമാനിക്കുകയും മറ്റുള്ളവരെ പോസിറ്റീവായി സ്വാധീനിക്കുകയും ചെയ്യുന്ന രീതിയിൽ ജീവിക്കാൻ വിശ്വാസികൾ വിളിക്കപ്പെടുന്നു. കൂടുതൽ വീഡിയോകൾ കാണാൻ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ.